നമസ്കാരം. ചരിത്ര നേട്ടം കുറിച്ച് ആർട്ടിമിസ് 2 സംഘം ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലേക്ക് സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി. 1970 അപ്പോളോ 13 ദൗത്യം സ്ഥാപിച്ച റെക്കോർഡാണ് ആർട്ടിമിസ് 2 സംഘം തിരുത്തിക്കുറിച്ചത്. ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ നിർണായക ഘട്ടം കടന്നിരിക്കുകയാണ് ആർട്ടിമിസ് 2 ദൗത്യം. ഭൗമപരിക്രമണ പദം വിട്ട് ഓറിയോൺ പേടകം ചാന്ദ്ര ആകർഷണ വലയത്തിലേക്ക് കടന്നുകഴിഞ്ഞു. പേടകം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിലാണ് പ്രവേശിച്ചത്. 1972 ശേഷം ഇതാദ്യമായിട്ടാണ് മനുഷ്യർ വീണ്ടും ചാന്ദ്ര ഗുരുത്വ സ്വാധീന മേഖലയിൽ എത്തിയത്. ഈ ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനെ വലം വയ്ക്കുന്ന സഞ്ചാരികൾ 6 മണിക്കൂറിലധികം സമയം ചന്ദ്രോപരിതലത്തിലെ സവിശേഷതകൾ വിശകലനം ചെയ്യാനും അവ രേഖപ്പെടുത്താനുമായി ചെലവഴിക്കും. നഗ്നനേത്രങ്ങളാൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചന്ദ്രന്റെ വിദൂര ഭാഗങ്ങൾ നിരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സംഘം. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നീ നാസയുടെ ബഹിരാകാശ യാത്രികരും കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ യാത്രികനായ ജെറമി ഹാൻസനുമാണ് യാത്രാ സംഘത്തിലുള്ളത്. ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ പങ്കാളിയാകുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റീന. 10 ദിവസം നീണ്ട ദൗത്യത്തിൽ യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങില്ല. പകരം ജീവൻ രക്ഷാ സംവിധാനങ്ങളടക്കം പരീക്ഷിക്കുന്നതിനായി ചന്ദ്രനെ വലംവച്ച ശേഷം സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങും. ഓറിയോൺ പേടകത്തിൽ ഫ്രിഡ്ജ് സൗകര്യം ഇല്ലാത്തതിനാൽ 10 ദിവസവും കേടുകൂടാതെ ഇരിക്കുന്ന ഷെൽഫ് സ്റ്റേബിൾ ഭക്ഷണങ്ങളാണ് സഞ്ചാരികൾക്ക് നൽകിയിരിക്കുന്നത്. ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ചൂട് നൽകി സംസ്കരിച്ച തെർമോസ്റ്റബിലൈസ്ഡ് ഭക്ഷണങ്ങളും ചെറിയ അളവിൽ റേഡിയേഷൻ നൽകി സൂക്ഷ്മജീവികളെ നീക്കം ചെയ്ത ഇറേഡിയേറ്റഡ് ഭക്ഷണങ്ങളുമാണ് ഇവ. മാംഗോ സാലഡ്, ബാർബിക്യൂഡ് ബീഫ് ബ്രിസ്ക്കറ്റ്, അതുപോലെ തന്നെ സ്പൈസി ഗ്രീൻ ബീൻസ്, മാക്രോണി ആൻഡ് ചീസ് എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ. ഇതുകൂടാതെ ടോർട്ടിലകൾ, ഗോതമ്പ് ഫ്ലാറ്റ് ബ്രെഡ്, വെജിറ്റബിൾ ക്യൂഷെ, ബ്രേക്ക്ഫാസ്റ്റ് സോസേജ്, ബദാം, കശുവണ്ടി, ബ്രൊക്കോളി, ഓഗ്രാറ്റിൻ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. നാസയുടെ ആർട്ടിമിസ് പദ്ധതിയിൽപ്പെട്ട ആദ്യത്തെ മനുഷ്യർ ഉൾപ്പെട്ട പരീക്ഷണ പറക്കലാണിത്. ഏകദേശം 10 ദിവസത്തെ ആർട്ടിമിസ് ദൗത്യത്തിലെ ഒരു നിർണായക ഘട്ടമാണ് ചന്ദ്രന് ചുറ്റുമുള്ള പറക്കൽ. ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെ സയൻസ് ഇവാലുവേഷൻ റൂമിൽ ശാസ്ത്രജ്ഞർ പറക്കൽ സൂക്ഷ്മമായി നിരീക്ഷിക്കും. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നടത്തുന്ന പദ്ധതി അടുത്ത ദശകത്തിൽ ചന്ദ്രനിൽ ദീർഘകാല US സാന്നിധ്യം സ്ഥാപിക്കാനുൾപ്പെടെ ലക്ഷ്യമിടുന്നതാണ്. ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങൾക്ക് തയ്യാറെടുക്കാൻ ചന്ദ്രനിൽ സ്ഥിരമായ താവളം സ്ഥാപിക്കുന്നത് സഹായകമാകുമെന്ന് US കണക്കുകൂട്ടുന്നു. ചന്ദ്രന് ചുറ്റുമുള്ള പറക്കൽ ഏകദേശം 6 മണിക്കൂർ നീണ്ടുനിൽക്കും. ആ സമയത്ത് ഡീപ് സ്പേസ് നെറ്റ്വർക്കുമായുള്ള ബന്ധം ചന്ദ്രൻ തടസ്സപ്പെടുത്തുന്നതിനാൽ ബഹിരാകാശ യാത്രികർക്ക് ആശയവിനിമയത്തിന് തടസ്സങ്ങൾ നേരിടും. ബഹിരാകാശ പേടകവുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ ആന്റിന സംവിധാനമാണ് നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക്.